നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോയ കറിയാണ്. അതിന് ഒരു 50 ഗ്രാം സോയ എടുത്തിട്ടുണ്ട്. 10-15 കഷ്ണം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ്, ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ്, ഒരു പച്ചമുളക്, 2 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇത്രയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. അപ്പം ഇത് ആദ്യമേ നമുക്കിതൊന്ന് വെള്ളം തിളപ്പിച്ച് അതിലിട്ട് ഒന്ന് കുതിർത്തെടുക്കണം, അതായത് വേവിച്ചെടുക്കണം. അതിലേക്ക് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യമേ ഉപ്പും മഞ്ഞളും ചേർക്കണം. സോയ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ ഈ വെള്ളത്തിൽ കിടന്ന് സോയ ഒന്ന് നന്നായിട്ട് കുതിരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ഒക്കെ നന്നായിട്ട് പിടിക്കും. ഇത്രയും മതി. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കണം. അത് തണുത്ത് വരട്ടെ. അപ്പം നമുക്ക് ഇതിനുണ്ട് വറക്കൂട്ട് തയ്യാറാക്കാം. അപ്പം നമുക്ക് അത് തയ്യാറാക്കാൻ ആവശ്യമായ ഗ്രേവി തയ്യാറാക്കി എടുക്കാം. ആദ്യമേ അതിന് ഞാനൊരു ചീനച്ചട്ടിയാണ് എടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തിനോടൊപ്പം തന്നെ ഒരു 2 കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ആ എണ്ണയിലേക്ക് തന്നെ അല്പം കടുകിട്ട് കൊടുക്കുക. 2 ഏലക്ക, 2 ഗ്രാമ്പു, അല്പം പെരിഞ്ചീരകം, തക്കോലം, ഒരു അല്പം കറുവപ്പട്ട, ഇതെല്ലാം കൂടെ വറയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 4-5 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി, 2 പച്ചമുളക്, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വാടി വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ഓപ്ഷനിലാണ്. നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ലൊരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവുള്ളതും എരിവില്ലാത്തതും കൂടെ ചേർത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മൾ കൂടുതലായി ചേർക്കണം. ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുളക് മല്ലി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മുളക് മല്ലിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കാം. നല്ലൊരു ബ്രൗൺ കളറായില്ലേ, അതുവരെ നമ്മൾ ആ മുളക് മല്ലിയൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം.
അപ്പോൾ സോയ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ 4-5 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് കഴുകി നന്നായിട്ട് ഇതേപോലെ പിഴിഞ്ഞെടുക്കണം. കാരണം സോയയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, ഒരു സ്മെല്ലുണ്ട്, അത് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് നന്നായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് വലിപ്പമായി, നമ്മൾ വേവിച്ച് വന്നപ്പം സോയ നല്ല വലിപ്പമായി. ഇത് 2ആക്കി എടുക്കുക. ഇതേ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ വലിപ്പത്തിലിടാം. ഇത് ഇത്രയും വലുതല്ലേ, അപ്പം ഞാനിത് 2 പീസുകളാക്കിയാണ് എടുക്കുന്നത്. തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. അതെല്ലാം പീസാക്കി വെച്ചിരിക്കുകയാണ്, അടുപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങ് നമ്മൾ ചേർത്ത് കൊടുത്തതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഉടച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല ഒരു കൊഴുപ്പുണ്ടാവും. ആ ഗ്രേവി മാത്രം മതി നമുക്ക് ചപ്പാത്തിയോ ചോറോ ഇടിയപ്പം അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെന്ന് വെച്ചാൽ ഇച്ചിരി നീട്ടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തോട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. രണ്ട് കറിവേപ്പില, നല്ല തനി നാടൻ കറിവേപ്പിലയാണ്, അതുകൊണ്ടാണ് വേപ്പില കൂടുതൽ ചേർക്കുന്നത്. ഇനി ഇവിടെ ഉപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പും മസാലയും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സോയ കറി ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ലൊരു കോംബോയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.